സെന്റ് ലൂയിസിൽ നിന്ന് ഒരു 10-200 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഞങ്ങൾ വന്നത് സിറ്റിയുടെ എല്ലാ ബഹളങ്ങളും മാറിയിട്ട് ഒരു അസല് കാട്ടിലാണ്. ഈ കാട്ടിൽ എന്തിനാ, നമ്മുടെ നാട്ടിലെ ഇഷ്ടംപോലെ കാടൊക്കെ ഉണ്ട്, പിന്നെ എന്തിനാണ് ഇവിടെ ഈ കാട് കാണാൻ വന്നതെന്ന് ചോദിച്ചാൽ ഈ കാടിന് ഒരു പ്രത്യേകതയുണ്ട്, ഇത് നിറയെ പാറകളാ. അമേരിക്കയിലെ മിസോറി എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് മിസോറിയിലെ എലഫന്റ് റോക്ക് സ്റ്റേറ്റ് പാർക്കാണിത്. പേര് പോലെ തന്നെ ഈ പാർക്കില് കുറെ വലിയ പാറക്കെട്ടുകളുണ്ട്. ഈ പാറക്കെട്ടുകൾക്കൊക്കെ ആനയുടെ ആകൃതി ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആനപ്പാറകളില്ലേ, അതുപോലെയുള്ള ആ ഒരു പേരാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. മിക്കവാറും പാറയ്ക്കൊക്കെ നോക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ആനയുടെ ഷേപ്പാണ്. അവിടെ മേളിലൊക്കെ കണ്ട ആന പാറ കണ്ടാൽ തോന്നുന്നു ഇത് ആന തിരിഞ്ഞു നിൽക്കുകയാണെന്ന് തോന്നുന്നു. ആനയുടെ തുമ്പിക്കൈയും കാലും ഒക്കെ ചിലപ്പോൾ അങ്ങനെ തന്നെ തോന്നും. ഇത് കരിമ്പാറകളല്ല, ഇത് ഒന്നാന്തര ഗ്രാനൈറ്റ് ആണ്. ഭീമൻ ഗ്രാനൈറ്റ് പാറക്കല്ലുകളാണ് ഇങ്ങനെ ആനയുടെ രൂപത്തിൽ വലുതായിട്ട് ഇങ്ങനെ കാണുന്നത്. അതുമാത്രമല്ല, ചരിത്രകാരന്മാരൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർക്ക് കൂടിയാണിത്. 1.5 ബില്യൺ വർഷം പഴക്കമുള്ള ഗ്രാനൈറ്റ് ആണിതെന്നാണ് ഇവർ പറയുന്നത്. അത് തന്നെ ഭൗമശാസ്ത്രജ്ഞന്മാരെ കൗതുകപ്പെടുത്തുന്ന ഒരു സൃഷ്ടിയാണ്. കല്ല് തന്നെ, പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു വിസ്മയമാണിത്. അമേരിക്ക പോലുള്ള ഒരു നഗരത്തിന്റെ തിരക്കും ജീവിതചര്യകളും ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന അവധി ദിവസങ്ങളില് തീർത്തും പ്രശാന്ത സുന്ദരമായ ഒരു വനത്തിലേക്ക് കയറുന്നത് പോലെയാണ് ഇതിനുള്ളിലേക്ക് വരുമ്പോൾ. നടപ്പാതകളാണ്, അതിനുള്ളിലൂടെ വളഞ്ഞും പുളഞ്ഞും പോയി കഴിയുമ്പോൾ നിറയെ മരങ്ങളുണ്ട്. വിശ്രമിക്കാൻ നമുക്ക് പാറക്കെട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ അങ്ങനെ ഇതിന് വളരെ പുറത്ത് വെയിൽ കത്തുകയാണെങ്കിൽ പോലും ഇതിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നല്ല AC-യുടെ കുളിർമയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുത്തും. നാട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് തോന്നും ഇങ്ങനൊരു കാട്ടിനകത്ത് നമുക്ക് നാട്ടിൽ ഇത് തന്നെയാണല്ലോ ഇഷ്ടം പോലുള്ളത്. പക്ഷെ അമേരിക്കയിൽ ജീവിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രദേശത്തിന്റെ ഒരു അതിന്റെ ഒരു നമുക്ക് എത്രമാത്രം അത് ഇഷ്ടപ്പെടും എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം അത്തരം ഒരു അന്തരീക്ഷത്തിലാണല്ലോ ജീവിക്കുന്നത്. ഈ ബോർഡ് കണ്ടോ, ഇത് 1890 സജീവമായിട്ടിരുന്ന ഒരു എഞ്ചിൻ ഹൌസിനെ അടയാളപ്പെടുത്തുന്ന ബോർഡാണിത്. അതായത് ഇതൊരു റെയിൽവേ സ്റ്റേഷൻ, ഒരു റെയിൽവേ ട്രാക്ക് വന്ന് അവസാനിക്കുന്ന അതിന്റെ എഞ്ചിൻ റൂമാണിത്. ഇവിടെയൊക്കെ ഗ്രാനൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ട്രെയിനുകളൊക്കെ വന്നിരുന്ന ഒരു സമയമുണ്ട്. ആ ട്രെയിനിന്റെ റെയിൽവേ പാത ഇപ്പോഴും അപ്പുറത്തുണ്ട്. നമ്മുടെ നാട്ടിലെ കരിങ്കൽ ക്വാറികളെ പോലെ ഇവിടെ നിന്ന് ഒരു സമയത്ത് വൻതോതിൽ ഗ്രാനൈറ്റ് ഖനനം ചെയ്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൊണ്ടുപോയിരുന്നു. പക്ഷെ പിന്നീട് ഈ ഒരു ചരിത്ര പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അമേരിക്കൻ അധികൃതര് അതില് ഒരു കല്ലുപോലും അവിടെ നിന്ന് പോകാത്ത രീതിയിൽ അതിനെ സംരക്ഷിക്കുകയാണ്. ഈ ഒരു പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ ഒരു എന്താ പറയാ, ഈ അന്തരീക്ഷത്തിലേക്ക് ഏതെങ്കിലും രീതിയിൽ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ വൻ തുകയാണ് ഇവിടെ പിഴയായിട്ട്. ഈ പാറക്കൂട്ടങ്ങൾ കണ്ടിറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന വിസ്മയത്തെ അതേപോലെ തന്നെ ഇവിടുത്തെ US അധികൃതര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് ഇത് പ്രകൃതിയുടെ ഗിഫ്റ്റാണ്. എപ്പോഴോ നടന്ന ഒരു വോൾക്കാനോയുടെ ഒക്കെ റിസൾട്ടായിട്ടാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലീസ് കൺസിഡർ ദെയർ ഹിസ്റ്റോറിക്കൽ, എക്കണോമിക് ആൻഡ് റിക്രിയേഷണൽ യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇതിന്റെ സാമ്പത്തികവും സാംസ്കാരികവും ചരിത്രപരവുമായിട്ടുള്ള പ്രാധാന്യം മനസ്സിലാക്കുക എന്നതൊരു വലിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ പ്രകൃതി ഒളിപ്പിച്ചു വെച്ച വിസ്മയങ്ങളുടെ ഒരു കലവറ, അത് കണ്ട ഒരു അതിശയം കൂടെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തോന്നും. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ കടയൊന്നുമില്ല. നമ്മൾ ആഹാരം കൊണ്ടുവരണം, എന്നാലേ ഒറ്റ കടയില്ല ഇവിടെ. ഇവിടെ ഇരുന്ന് കഴിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. അത് കാരണം ഇത്രയും ദൂരമായതുകൊണ്ട് രാവിലെ ആഹാരമൊക്കെ ആയിട്ടാണ് പോകുന്നത്. എല്ലാം കണ്ടു, അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിച്ചു. ഇനി ഞങ്ങൾ വെറുതെ പോകാൻ പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ വണ്ടി സാരഥി. ഓക്കെ, ബൈ.